എന്താണ് ഒരു അധ്യാപനം നേരെയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സിംറ്റംസ്? ഒരു വിദ്യാർത്ഥി വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വിദ്യാർത്ഥി അനുഭവിക്കുന്ന ആ ദേശീയഗാനം ചൊല്ലി ആ ബെല്ലടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് കുട്ടിയിൽ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ അനുഭവിച്ചതാണ്. നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മൾ കാണുന്നതാണ്. വൈകുന്നേരം ആ ദേശീയഗാനം ചൊല്ലി വീട്ടിലേക്ക് ഓടുന്ന സമയം, ആ ബസ്സിലേക്ക് ഓടുന്ന സമയം, ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല എന്നാണ് നാം പറയുന്നതെങ്കിൽ നാം തിരുത്തപ്പെടേണ്ട ഒരു ട്രഡീഷണൽ ലൈനിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഞാൻ ഇത് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ, അതൊക്കെ സാധ്യമാണോ? അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വെച്ചിരിക്കുന്നു. എപ്പോഴാണോ നിങ്ങൾക്കതൊന്ന് ചോദിക്കാൻ മനസ്സ് വരുന്നത്, അപ്പോഴാണ് അതിന് ആൻസർ പറയുമ്പോൾ ആ ആൻസർ പ്രസക്തമാകുന്നത്. തൽക്കാലം ഞാൻ ഈ വിഷയം മുന്നിൽ വെച്ച് സംസാരിക്കുന്നു. ഈ സംസാരം കേവലം ഒരു തിയറി ടോക്കിംഗ് മാത്രമാണ്. അത് പ്രായോഗികമാകുന്നത് നമ്മുടെ ചിന്തയെ ഇങ്ങനൊരു വിദ്യാഭ്യാസ പ്രക്രിയക്ക് സാധ്യതയുണ്ട് എന്നിടത്തേക്ക് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുമ്പോഴാണ് അതിന് തുടക്കമുണ്ടാകുന്നത്. കാരണം വിദ്യാഭ്യാസ പ്രക്രിയ എന്നത് പലപ്പോഴും തിയറിവൽക്കരിക്കപ്പെടുന്ന സമയത്ത് ചില ഡൈവേർഷനുകൾ സംഭവിക്കുന്നുണ്ട്. ഏതുപോലെ? ഞാൻ എൻ്റെ ബഹുമാന്യരായ സദസ്യരോട് പറയുന്നു, നമ്മളെല്ലാവരും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ ഒന്ന് കാണണം. എന്നിട്ട് ഞാൻ പറയാണ്, നിങ്ങളെല്ലാം നിങ്ങളുടെ ശ്വസനദ്വാരത്തിലൂടെ ഇത്ര സെക്കൻഡ് ദൈർഘ്യത്തിൽ ഇത്ര ഡെസിബൽ അല്ലെങ്കിൽ ഇത്ര അളവിൽ നിങ്ങൾ വായു പുറത്തേക്ക് കളയണം. ഇത്ര സമയം, ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മൈക്രോ സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം ഇത്ര ദൈർഘ്യത്തിൽ, ഇത്ര സമയ ദൈർഘ്യത്തിൽ നിങ്ങൾ ഇത്ര അളവിൽ വായു ഉള്ളിലേക്ക് എടുക്കണം. അവിടെ ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മൈക്രോ സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർ കരുതും, സുബ്ഹാനല്ലാഹ്, ഇതൊരു വലിയ പണിയായല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിനെക്കുറിച്ച് ഞാൻ തിയറിവൽക്കരിച്ച് സംസാരിക്കുമ്പോഴേക്ക് അതൊരു പ്രയാസകരമായ വിഷയമായി മാറി. ഇത് തന്നെയാണ് വിദ്യാഭ്യാസ പ്രക്രിയ മോഡലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതിൽ നിന്ന് തിരിച്ചു കയറി അതിനെ യഥാർത്ഥ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ നാം ആവിഷ്കരിക്കേണ്ടതും എന്താണ്? ഒന്നാമതായി, ഇങ്ങനൊരു സാധ്യത വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു വിദ്യാർത്ഥി ആസ്വദിച്ച് ചെയ്യേണ്ടതാണ് വിദ്യാഭ്യാസം എന്നതും. ഒരു വിദ്യാർത്ഥിക്ക് ക്യാമ്പസിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഈ പറയപ്പെട്ട രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസ് അതുണ്ടാവുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ സ്വഭാവമെന്നും തിരിച്ചറിയാനും അതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് സാധ്യമാകുന്നത്. ഞാൻ ചെറിയ എൻ്റെ ഒരു ജേണിയെക്കുറിച്ച് ചെറിയ വാക്കുകളിൽ പറയാം. ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ സിറാജുൽ ഹുദ എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെട്ട ഒരു ക്യാമ്പസിൽ പഠിച്ചിറങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനുശേഷം ഞാൻ സിറാജുൽ ഹുദ എന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് സേവനം ചെയ്യുന്നത് 12 വർഷത്തോളം. അതിൽ ഇതുപോലെയുള്ള സ്കൂളിലും അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സേവനം ചെയ്യാൻ ഇടമുണ്ടായിരുന്നു. അതിൽ മാനേജിംഗ് തസ്തികയിലും ടീച്ചിങ് തസ്തികയിലും ഒക്കെ സേവനം ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ സമയം എന്നെ അലട്ടിയ ഒരു ചിന്താഗതിയായിരുന്നു, പലപ്പോഴും ക്യാമ്പസിൽ വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, നമ്മുടെ ഈ സ്ഥാപനത്തിലും നമുക്കറിയാമല്ലോ സ്ട്രെങ്ത് എത്രയാണ്. ഇത്രയും വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അവർ വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് അവരനുഭവിക്കുന്ന എക്സ്പീരിയൻസ് അത് പ്രയാസകരമായ എക്സ്പീരിയൻസ് ആയി മാറുന്നത് എന്തുകൊണ്ട്?
ന്യൂനാൽ ന്യൂനപക്ഷം മാത്രമേ സ്കൂളിലേക്ക് പോകുമ്പോൾ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നുള്ളൂ എന്നൊരു തോന്നൽ ഞാൻ ഈ എൻ്റെ പ്രവർത്തന കാലയളവ് വിലയിരുത്തിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. രണ്ടാമതെന്നെ ഈ ജേണിയിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം, നിരവധി ഒരു സ്ഥാപനത്തിലെ പ്രധാന പുള്ളികളായി അല്ലെങ്കിൽ പ്രധാന പ്രശ്നക്കാരായി പരിഗണിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികളെ പലപ്പോഴായി ഡീൽ ചെയ്യാൻ നിർബന്ധിതനായ ഘട്ടം. അപ്പോഴെല്ലാം എന്നെ ഞെട്ടിച്ചത് ഒരു സ്ഥാപനത്തിലെ വലിയ പ്രശ്നക്കാരായി ഗണിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ യഥാർത്ഥ സ്ഥിതി മറ്റൊന്നാണ്. ഞാനൊരു 3 സംഭവങ്ങൾ പറയാം. ഒന്ന്, ഒരു ദിവസം ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻചാർജ് ഉള്ളൊരു സമയം ഞാൻ എങ്ങനെ സ്കൂൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സയൻസ് ക്ലാസ്സിൽ ഒരു കുട്ടി പുറത്തു നിൽക്കുന്നു. ആ കുട്ടി ആ സ്കൂളിലെ എല്ലാവർക്കും അറിയാവുന്ന കുട്ടിയാണ്. എല്ലാവർക്കും അറിയാനുള്ള കാരണം, ആ ക്യാമ്പസിലും അടുത്ത ക്യാമ്പസിലും ഏത് പ്രധാന പ്രശ്നങ്ങളോ കലഹങ്ങളോ നടന്നാൽ അതിൻ്റെ കീ പൊസിഷനിൽ ഈ ആളുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇവൻ പുറത്തു നിർത്തിയപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തോട് ഞാൻ കുട്ടിയെക്കുറിച്ച് ചോദിച്ചു, എന്തിനാണ് പുറത്തു നിർത്തിയത്, എന്തായിരുന്നു കാരണം? അദ്ദേഹം എന്നോട് പറഞ്ഞു, കാരണം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സാധാരണ പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, അകത്തിരുത്താൻ വല്ല വഴിയുണ്ടോ? എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ കഷ്ടപ്പെടണ്ട, വെറുതെ പ്രയാസപ്പെടണ്ട, ഒരു ഉപകാരം ഉണ്ടാവില്ല. രണ്ടാമത് അടുത്ത എൻ്റെ ചോദ്യം, ഞാൻ ഇടപെട്ട് ക്ലാസ്സിൽ ഇരുത്തിയാൽ അതൊരു പ്രയാസാവോ? അതില്ല, സന്തോഷമാണ്. കാരണം എങ്ങനെയെങ്കിലും ഒന്നൊന്ന് ഉള്ളിൽ ഇരുത്തണം എന്ന് ആഗ്രഹമുണ്ട്, വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. അദ്ദേഹം ക്ലാസ്സിൽ ഇരുത്തി. പക്ഷെ തൊട്ടടുത്ത ദിവസം 2 ദിവസം തുടർച്ചയായി സാധാരണ എനിക്ക് റൗണ്ട് ചെയ്യേണ്ടി വരാറില്ല. പക്ഷെ യാദൃശ്ചികമായി റൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അടുത്ത ദിവസവും ഇതേ ക്ലാസ്സിൽ ഈ കുട്ടി പുറത്ത് തന്നെ. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് വളരെ നോർമലായി ചോദിച്ചു, ഇന്നലെ നിനക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്തു, ഇന്ന് നീ എനിക്കതിന് പ്രതിഫലവും തന്നൂലേ? വളരെ നോർമലായി ഞാൻ ചോദിച്ചു. കാരണം ഇവനെ തല്ലുക എന്നത് അതൊരു അഭികാമ്യമല്ല, പ്രാക്ടിക്കബിൾ അല്ല. കാരണം വല്ല കാരണവശാലും തിരിച്ചു കിട്ടിയാൽ വഷളാവും. അതുകൊണ്ട് ആ അധ്യായം ഒരിക്കലും അവിടെ വിജയകരമല്ല. അപ്പൊ ഞാൻ നല്ല നോർമലായി മാത്രം അത് ചോദിച്ച് തിരിച്ചു പോകുന്നു. ഞാൻ എൻ്റെ ക്യാബിനിലെത്തിയപ്പോൾ കക്ഷി പുറത്ത്. ആള് ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീല് കണ്ടിട്ട്, കാരണം കറുത്ത ഗ്ലാസ്സാണ്. പുറത്ത് നിന്ന് നീല് കണ്ടിട്ട് ബെല്ലടിച്ചപ്പോൾ ആൾ ഉള്ളിൽ വന്നു. ആളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതമായിരുന്നു. ആ സ്കൂളിലെ ആർക്കും അത് അത്ഭുതം തന്നെയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളെ നോവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ സംഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എൻ്റെ പിതാവ് സ്ഥിരമായി മദ്യപിക്കുന്നൊരു മദ്യപാനിയാണ്. ഞാൻ രാവിലെ സ്കൂളിൽ എത്തണമെങ്കിൽ എൻ്റെ മാതാവിന് പ്രാതൽ തയ്യാറാക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒക്കെ കൂടെ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് ലൈൻ ബസ് എനിക്ക് മിസ്സാകും. പിന്നെ ഞാൻ പലരുടെയും ഔദാര്യത്തിലാണ് സ്കൂളിൽ എത്തുന്നത്. അപ്പോ ഈ അധ്യാപകരുടെയൊക്കെ ഈ ആട്ടും തുപ്പും അത് സാരില്ല ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളിലും പ്രതിയായി പിടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നീ എന്തിനാ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ടൗണിൽ കുഴപ്പമുണ്ടാക്കിയാൽ, മറ്റ് ക്യാമ്പസിൽ പോയി കുഴപ്പമുണ്ടാക്കിയാൽ ഇവിടെ ഒക്കെ നീ ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ 1-2 സെക്കൻഡുകൾ അദ്ദേഹം നിശബ്ദമായതിനു ശേഷം എന്നോട് ചോദിച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കുവോ? ഞാൻ പറഞ്ഞു, കേൾക്കാം. അദ്ദേഹം സംസാരിച്ചു. ഓരോ പ്രശ്നവും എടുത്ത് അദ്ദേഹം സത്യസന്ധമായി സംസാരിച്ചു. എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം നിരപരാധിയാണ് എന്നത് സത്യമായിരുന്നു. അത് കേവലം വാക്കുകളായിരുന്നില്ല. പലയിടത്തും പ്രതിയായത് മറ്റു പല വിദ്യാർത്ഥികളും രക്ഷപ്പെട്ടോട്ടെ, ഞാൻ എന്തായാലും ലൈഫിൽ ഇങ്ങനെയാണ്, മറ്റു പലരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് പലയിടത്തും പ്രതിയാകുന്നത്.
40% പ്രതിയായത് അധ്യാപകരുടെ മുൻധാരണയും അധ്യാപകരുടെ പലപ്പോഴുള്ള വ്യക്തിവിരോധവുമാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ട സമയം ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അല്പം ബ്ലോക്കായിപ്പോയി. കാരണം എല്ലാവരുടെ ഇടയിലും കുപ്രസിദ്ധി നേടിയ ഒരാളെ സംരക്ഷിക്കുന്ന ഒരാളായി മാറും ഞാൻ ഈ സത്യം അംഗീകരിച്ചാൽ. ഈ സത്യത്തിനെതിരെ കണ്ണടച്ചാൽ ഞാനൊരു മനുഷ്യൻ എന്നതിൽ നിന്ന് ഞാൻ വല്ലാതെ അകന്നു പോകും. ഇനി എന്ത് ചെയ്യണം? ഞാൻ ആ വിദ്യാർത്ഥിയോട് സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിനക്ക് ഏത് സമയവും എന്നെ സമീപിക്കാം. ഈ ഓഫർ മാത്രമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന് നൽകാൻ പറ്റിയത്. പക്ഷെ എനിക്ക് കിട്ടിയ നേട്ടം, ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും 6 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പ്രശ്നങ്ങൾ ഒന്നൊന്നായി അവസാനിപ്പിച്ച് ആ ക്യാമ്പസിനെ ഒരു ഭംഗിയുള്ള അടക്കവും ഒതുക്കവുമുള്ള ക്യാമ്പസ് ആക്കാൻ എനിക്ക് സാധിച്ചു ഈ ഒറ്റ വ്യക്തി കാരണം. അദ്ദേഹം ഇന്ന് സൗദി അറേബ്യയിലെ അറിയപ്പെട്ട ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ആ ഉന്നതങ്ങളിൽ എത്താൻ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എൻ്റെ ഒരു വാക്ക്. എനിക്ക് ചിലവുകളൊന്നുമില്ല, അധ്വാനങ്ങളൊന്നുമില്ല. എനിക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ പറ്റി. ക്യാമ്പസിന്റെ അന്തർധാര ഒഴുക്കെന്താണ് എന്നും എന്താണ് അതിന്റെ യഥാർത്ഥ പരിഹാരമെന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് അവിടെ നിന്നായിരുന്നു. ഇനി ഞാൻ രണ്ടാമത്തൊരു എക്സ്പീരിയൻസ് പറയാം. ഒരു ദിവസം രാവിലെ ഒരു 9 മണി സമയം ഞാൻ നാസ കഴിക്കാനാകുന്ന സമയത്ത് എൻ്റെ ക്യാമ്പസിനോട് ചേർന്നുള്ള 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന മറ്റൊരു ക്യാമ്പസ്, ആ ക്യാമ്പസിലെ പ്രധാന ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അദ്ദേഹം എന്നെക്കാൾ ദീർഘകാലം പ്രവൃത്തി പരിചയമുള്ള ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാസ കഴിക്കാൻ ഞാനുണ്ട്, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. എന്തായിരുന്നു കാരണം? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ ക്ലാസ് ആരംഭിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ, 5ാം ക്ലാസ് ഇൻചാർജുള്ള ഒരു ടീച്ചർ എൻ്റെ ക്യാബിനിലേക്ക് വന്നു. ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ വാവിട്ട് പൊട്ടിക്കരഞ്ഞു. എന്തായിരുന്നു ഇഷ്യൂ? ടീച്ചർ പറയാണ്, ഞാൻ രാവിലെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ കുട്ടികൾ ചിലർ ഹോംവർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അവരെ ഭീഷണിപ്പെടുത്തിയാൽ പരിഹാരം കാണുമെന്ന അർത്ഥത്തിൽ അവരോട് ഞാൻ പറഞ്ഞു, നാളെ വരുമ്പോൾ ചെയ്യാതെ വന്നാൽ ഞാൻ ചൂരൽ കൊണ്ടുവരും. അപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കുട്ടി ടീച്ചറോട് ചോദിച്ചു, 5 രൂപ കൊടുത്താൽ എനിക്കും കിട്ടൂലേ ആ ചൂരല് എന്ന്. അർത്ഥം മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ. ടീച്ചർ സ്തബ്ധയായി. ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട് നിലവിട്ട ടീച്ചർ കൊണ്ടുപോയിരുന്ന പഠനോപകരണങ്ങളെല്ലാം കയ്യിലെടുത്തു. തിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇനി ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നില്ല, ഞാൻ പോവുകയാണ്. ടീച്ചർ കരുതി കുട്ടികൾ ആകെ ഒന്ന് അങ്കലാപ്പിലാകും. ഈ നിന്ന കുട്ടിയുടെ കൂടെ 2 കുട്ടികൾ എക്സ്ട്രാ എഴുന്നേറ്റ് നിന്നു. അവർ ടീച്ചറെ വിഷ് ചെയ്തു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ടീച്ചർ പോയിട്ട് നന്നായിട്ട് വാന്ന് പറഞ്ഞു. ഇതോടുകൂടെ ഇനി ആ ക്ലാസ് റൂമിലേക്ക് കടന്നു ചെല്ലുക എന്നത് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമായി മാറി. ഇനി പ്രിൻസിപ്പാളുടെ ക്യാബിനിലേക്ക് ചെന്ന് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ സ്വാഭാവികമായും ആ പ്രിൻസിപ്പാളുടെ പ്രകൃതം ടീച്ചർക്ക് അറിയാം. പ്രിൻസിപ്പാൾ ചോദിക്കും, ആ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ ദിശ നിർണയിക്കാൻ, ഡയറക്ഷൻ നൽകാൻ ടീച്ചർക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെ നിന്നായിരുന്നു B.Ed കംപ്ലീറ്റ് ചെയ്തതെന്ന് ആ പ്രിൻസിപ്പാൾ സ്വാഭാവികമായും ചോദിക്കും. ഇനി എന്ത് ചെയ്യും? ഇച്ചിരി സോഫ്റ്റ് കോർണർ ഇവിടെ ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കരയുന്നത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തുടക്കക്കാരനായിരുന്നു, എൻ്റെ കയ്യിൽ പ്രത്യേകമായ ഒരു ഐഡിയയും ഇല്ല. ആകെയുള്ളത് എനിക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് എൻ്റെ ബഹുമാന്യനായ ഗുരുനാഥൻ എന്നെ സ്പെഷ്യലായി പോസ്റ്റ് ചെയ്തതാണ്. എൻ്റെ നിലവിലുള്ള പോസ്റ്റ് എന്നതുമാണ് എൻ്റെ ഇമേജ്. അതുകൊണ്ട് എനിക്കെന്തോ കഴിയുമെന്ന തോന്നലാണ്. പക്ഷേ ഇതൊരവസരമായി ഞാനും ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഐഡിയയും ഇല്ല, ഇതാണ് സത്യം. പക്ഷേ ഞാൻ സന്നദ്ധമാണ് നിങ്ങൾ പറയുന്നത് പോലെ സേവനം ചെയ്യാൻ. എൻ്റെ ക്യാമ്പസും അല്ല, എനിക്ക് ഇൻചാർജ് ഇല്ല. പക്ഷേ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്.
അത് 2 ആഴ്ച ഞാൻ ആ ക്ലാസ്സിൽ ഒരു പിരീഡ് വരാം. ഒരു പിരീഡ് 2 ആഴ്ച ഞാൻ വരാം. ആ 2 ആഴ്ചയിൽ ആ ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സും ഏത് ഡീലിംഗ് നടത്തുകയാണെങ്കിൽ എനിക്കും കൂടി ഇൻഫർമേഷൻ തരണം. ഓക്കെ, സമ്മതിച്ചു. കാരണം ഇപ്പോൾ നിലവിൽ 2 അധ്യാപകർ അവിടെ നിന്ന് ഈ ക്ലാസ്സിന് ഭയപ്പെട്ട് മറ്റു പല കാരണങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ എല്ലാവരും സമ്മതിക്കും, എല്ലാവരുടെയും ആവശ്യമാണ്. ഞാൻ 2 ആഴ്ച ആ ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്തു. 2 ആഴ്ചയാകുമ്പോഴേക്ക് പ്രശ്നങ്ങൾ ഒന്നൊന്നായി അവസാനിച്ചു. എല്ലാവരും പൊട്ടിത്തെറിയാണ് എന്ന് പറഞ്ഞ 5ാം ക്ലാസ്സുകാരായ 30-ലധികം വരുന്ന വിദ്യാർത്ഥികൾ അവർ സൈലന്റായി. പക്ഷെ എനിക്കറിയില്ലായിരുന്നു, ചക്കട്ടൊപ്പം മുയലിന് കിട്ടി എന്ന മട്ടിൽ മാത്രമുള്ള ഒരു നേട്ടമായിരുന്നു അത്. ഇവിടെ എന്ത് സംഭവിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറയാൻ എനിക്ക് ഒട്ടും വിവരമില്ല, എനിക്ക് തന്നെ ഐഡിയ ഇല്ലായിരുന്നു. ഇത് എൻ്റെ 2ാമത്തെ എക്സ്പീരിയൻസ്. 3ാമത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ജേർണിയും നമ്മുടെ ഈ വിഷയത്തിലെ നമ്മുടെ അവയർനെസ് എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ റൂട്ടിൽ സംസാരിക്കുന്നത്. ഈ അടുത്ത് കഴിഞ്ഞ SSLC മോഡൽ എക്സാം നടക്കുന്ന സമയത്ത് എൻ്റെ ഹാപ്പി സോൺ ടീം ട്രെയിനിങ്ങിൽ വന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഗവൺമെന്റ് അധ്യാപകനാണ്, എയ്ഡഡ് അല്ല, ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹം അതിന് തൊട്ടു മുമ്പത്തെ വർഷം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെ എപ്പോഴും ഗവൺമെന്റ് കേസും കുലുമാലുകളും ഒക്കെ നിരന്തരം വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ജോലിയിൽ സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ട് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് അതിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു തീരദേശ പ്രദേശത്തെ SSLC സ്കൂളായിരുന്നു കിട്ടിയത്. അദ്ദേഹം ഈ ട്രാൻസ്ഫർ അപ്ലിക്കേഷന്റെ പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് ഡിവിഷൻ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും മോശം ഡിവിഷൻ കിട്ടുകയും ചെയ്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സും ആണ്. ഇവിടെ അടുത്തുള്ളൊരു ഉസ്താദ് പറഞ്ഞിരുന്നു, വളവും ആകുക കയറ്റവും ആകുക, അപ്പൊ പിന്നെ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാണല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അദ്ദേഹം ഭംഗിയായി വിജയിച്ചു. പക്ഷെ ആ വർഷാവസാനമാകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ വിഷയത്തിലും ഞാൻ വിജയിച്ചു. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് റൂമിൽ പോകുന്നത് വടിയായിട്ടാണ്, ഞാൻ ഇന്ന് വരെ വടി കൊണ്ടുപോയിട്ടില്ല. എല്ലാ സബ്ജക്റ്റിലും ഭൂരിഭാഗം വിദ്യാർത്ഥികളും പരാജയപ്പെടാറുള്ളത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ താരതമ്യേന മാർക്ക് കൂടുതലാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിഷയം മാത്തമാറ്റിക്സും ആണ്. പക്ഷെ ഒരു കേസിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു. ഒരു കുട്ടി, ആ കുട്ടി സ്ഥിരമായി പലപ്പോഴായി പോലീസ് കേസിൽ പിടിക്കപ്പെടാറുള്ള കുട്ടിയാണ്. ആ കുട്ടി ലഹരിയുടെ കരിയറായി പലപ്പോഴായി പിടിക്കപ്പെടുന്നുണ്ട്. മോഷണ കേസിൽ പോലീസ് കേസിൽ പിടിക്കപ്പെടാറുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളിൽ പിതാവ് ബസ് കണ്ടക്ടറാണ്, സ്ഥിരമായി മദ്യപാനിയുമാണ്. ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ആ രക്ഷിതാക്കളെ ഒരു തവണ ബന്ധപ്പെട്ടപ്പോൾ അവർ ഹാപ്പി സോണിന്റെ ട്രെയിനിങ് സെന്ററിൽ വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഹാപ്പി സോണിന്റെ ട്രെയിനിങ്ങുകളിലെ ഒരു മേജർ മാസ്റ്റർ പീസ് ട്രെയിനിങ് ആണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്, ഷോർട്ട് ലെറ്റ് എന്ന് പറയും. അപ്പോ അതിലേക്ക് ഈ രക്ഷിതാവിനെ വിളിച്ചു. രക്ഷിതാവ് വന്ന സമയത്ത് തുടക്കം ഈ വിവരണങ്ങളെല്ലാം കൂടെ കേട്ടപ്പോൾ ഞാനും ഒന്ന് സ്തബ്ധനായി. ഇതെവിടെ തുടങ്ങും, എവിടെ എത്തിക്കും? പക്ഷേ ഞാൻ ആ രക്ഷിതാവിന് ഡയറക്ഷൻ കൊടുത്തു. എൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുത്തു. ഞാൻ ഡയറക്ഷൻ കൊടുത്തു. 3-ാമത്തെയോ 4-ാമത്തെയോ ആഴ്ചയായപ്പോൾ അവർ എന്നോടൊരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവ് സ്ഥിരമായി മദ്യപാനി, മകനാണെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പൊട്ടിത്തെറി മാത്രം. ഈ മകനുമായി ഒത്ത് എങ്ങനെ പോകും, ഈ ഫാമിലിയുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ജീവിതമായിരുന്നു. പക്ഷേ അവിടെ വന്നതിന് ശേഷം ദിവസങ്ങൾക്കകം എൻ്റെ മകനിൽ മാറ്റം വന്നു. എൻ്റെ മകൻ പഠിക്കാൻ തുടങ്ങി, എന്നോട് ശാന്തമായി സംസാരിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ അവൻ മോഡൽ എക്സാമിന്റെ സമയമായപ്പോൾ കൃത്യമായി എല്ലാം പഠിക്കുന്നു. ഇന്നൊരു സംഭവം ഉണ്ടായി, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാണ് അവർ വിളിക്കുന്നത്. എന്താ കാരണം?
സ്കൂളിലേക്ക് നേരത്തെ പോയ മോൻ, അവൻ ടീച്ചർ എത്തുന്നതിൻ്റെയും സമയങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ ക്ലാസ്സിലെത്തുന്നു. ക്ലാസ്സിൽ ടീച്ചർ എത്താത്തത് കൊണ്ട് യൂറിനൈസ് ചെയ്യാൻ വേണ്ടി പുറത്തു പോകുന്നു. മൂത്രയിക്കാൻ വേണ്ടി പുറത്തുപോയ കുട്ടി തിരിച്ചു വരുമ്പോൾ ടീച്ചർ ക്ലാസ് റൂമിലുണ്ട്. ഇവൻ കവാടത്തിലെത്തിയപ്പോൾ, വാതിൽക്കലെത്തിയപ്പോൾ മറ്റൊരു കുട്ടി കൂടി ഒന്നിച്ചു വന്നു. ടീച്ചറുടെ ദൃഷ്ടിയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരികയാണ്. ടീച്ചർ മനസ്സിലാക്കുന്നത്